ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ പുതിയൊരു ക്വസ്റ്റ്യനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ തന്നെ ഫ്ലക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് ക്വസ്റ്റ്യൻ എന്തായാലും വായിക്കാം. ദ ഫിഗർ ഷോസ് എ ക്ലോസ്ഡ് സർഫസ് വിച്ച് ഇൻ്റർസെക്ട്സ് എ കോണ്ടക്റ്റിംഗ് സ്ഫിയർ. ഇഫ് എ പോസിറ്റീവ് ചാർജ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദ പോയിൻറ്റ് പി, ദ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദ ക്ലോസ്ഡ് സർഫസ് ഈസ്. ഓക്കെ, ഇവിടെ നമ്മൾ ഈ ക്ലോസ്ഡ് സർഫസ് തന്നിരിക്കുന്ന ഡോട്ട് ലൈൻ തന്നിരിക്കുന്ന ഈ ക്ലോസ്ഡ് സർഫസിലൂടെയുള്ള ഫ്ലക്സിൻ്റെ അളവാണ് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, എന്നിരുന്നാലും അതിൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം അതിൽ അവർക്ക് തന്നിരിക്കുന്ന ഹിൻ്റ് എന്ന് പറയുന്നത് ഈ പി എന്ന് പറയുന്ന പോയിൻറ്റിൽ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഓക്കെ, ഈ പോസിറ്റീവ് ചാർജ് ഇവിടെയാണ് ഇരിക്കുന്നത്, എങ്കിലും സർഫസ് കൊടുത്തേക്കുന്നത് മറ്റൊരു സ്ഥലത്താണ്. അപ്പം നോർമലായിട്ട് ചിന്തിക്കുന്ന ഒരാൾ പെട്ടെന്ന് കരുതുന്നതെന്ന് പറയുന്നത് ചാർജ് എന്തായാലും പുറത്താണല്ലോ, അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഫ്ലക്സ് ഇതിനകത്ത് ഉണ്ടാവില്ല. നെറ്റ് ഫ്ലക്സ് 0 ആയിരിക്കും അക്കോർഡിംഗ് ടു ഗോസസ് ലോ. കാരണം സർഫസ് എൻക്ലോസ്ഡ് സർഫസിനകത്ത് ക്ലോസ് സർഫസിനകത്ത് ഇരിക്കുന്ന ചാർജിൻ്റെ അളവ് 0 ആയിരിക്കും എന്നുള്ളൊരു അസംഷനാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു സർഫസിൻ്റെ ഒരു കുറച്ച് ഭാഗം നമ്മുടെ ഈ കണ്ടക്റ്റിംഗ് സ്ഫിയറിനെ എൻക്ലോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്ഫിയറിൻ്റെ ആ കണ്ടക്റ്റിംഗ് സ്ഫിയറിൻ്റെ പ്രത്യേകത ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. ഇവിടെ ഈ പോസിറ്റീവ് ചാർജ് കാരണം എന്ത് പറ്റും? തൊട്ടടുത്തുള്ള ഭാഗത്ത്, അതായത് ഈ കണ്ടക്റ്റിംഗ് സ്ഫിയറിൻ്റെ തൊട്ടടുത്തുള്ള ഭാഗത്ത് കുറച്ച് നെഗറ്റീവ് ചാർജുകൾ ഇൻഡ്യൂസ് ചെയ്യും. എത്രത്തോളം പോസിറ്റീവ് ചാർജ് ഇവിടെ ഉണ്ടോ അത്രത്തോളം നെഗറ്റീവ് ചാർജ് ഇവിടെ ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ എത്രത്തോളം നെഗറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ടോ അത്ര തന്നെ പോസിറ്റീവ് ചാർജ് എന്ത് പറ്റും? റിപ്പൽ ചെയ്ത് പോകുന്നതിൻ്റെ ഭാഗമായി ഓപ്പോസിറ്റ് സൈഡ് ഇൻഡ്യൂസും ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? നമ്മൾ എടുത്തേക്കുന്ന ഈ സർഫസ്, ഈ കാണുന്ന സർഫസ് എന്ത് ചെയ്യും? ഈ സർഫസിന് ഉള്ളിൽ കുറച്ച് ചാർജുകൾ പെട്ടുപോകും. ആ ചാർജുകളുടെ സ്വഭാവം എങ്ങനെയാണ്? പോസിറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്നുണ്ടാകുന്ന ഫ്ലക്സിൻ്റെ അളവ് എന്തായിരിക്കും? 1/ε0 ടൈംസ് ചാർജ് എൻക്ലോസ്ഡ് ആണല്ലോ, ആ ചാർജ് എൻക്ലോസ്ഡ് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ദസ് സിൻസ് ചാർജ് ഈസ് പോസിറ്റീവ്, ഫ്ലക്സ് വിൽ ഓൾസോ ബി പോസിറ്റീവ്. ഓക്കെ, സോ ഓപ്ഷൻ വരുന്നത് 1 ആയിരിക്കും. ഓക്കെ, താങ്ക് യു.